ഒരു ചെറിയ പട്ടണത്തിൽ രാത്രി 11 മണി കഴിഞ്ഞു. തെരുവ് കച്ചവടക്കാരനായ ജാക്ക് കഠിനാധ്വാനത്തിലായിരുന്നു. പെട്ടെന്ന് അന്തരീക്ഷം മാറി. ശക്തമായ കാറ്റ് തെരുവുകളിലൂടെ കടന്നുപോയി. ജാക്ക് നിരാശപ്പെടാതെ തന്റെ ജോലിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ക്ഷീണിതയായ ഒരു യാത്രക്കാരിയായ സാറ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷ തേടി കടയിലേക്ക് ഇടറി. കാറ്റ് ശക്തിയായി വീശി മഴ ജനാലകളിൽ ആഞ്ഞടിക്കുകയും ചെയ്യുമ്പോൾ ജാക്ക് സാറയെ ഊഷ്മളമായ പുഞ്ചിരിയോടെയും ആവി പറക്കുന്ന ചായയുമായി സ്വാഗതം ചെയ്തു. ചായ കുടിക്കുന്നതിനിടയിൽ സാറ ജാക്കിനോട് ചോദിച്ചു, ഈ പ്രക്ഷുബ്ധതയ്ക്കിടയിൽ നിങ്ങൾ എങ്ങനെ ശാന്തമായും സമാധാനമായും ജോലി തുടരുന്നത്? എല്ലാവരും ഈ കാലാവസ്ഥയിൽ പെട്ടെന്ന് താമസസ്ഥലത്തു തിരിച്ചു എത്താനാണ് ആഗ്രഹിക്കുക. ഈ അവസ്ഥയിൽ ഇവിടെ കസ്റ്റമർ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എല്ലാം പ്രതീക്ഷകളാണ്. പുറത്തെ കൊടുങ്കാറ്റിനേക്കാൾ ഇരുട്ടിനേക്കാൾ ഞാൻ ഉള്ളിലെ വെളിച്ചത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് മറുപടി പറയുമ്പോൾ ജാക്കിന്റെ കണ്ണുകൾ തിളങ്ങി. ജാക്കിന്റെ മറുപടിയിൽ സാറ ഞെട്ടിപ്പോയി. അദ്ദേഹം തുടർന്നു, ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷെ അവ നമ്മെ ഒരിക്കലും നമ്മുടെ പ്രതീക്ഷകളെ ദഹിപ്പിക്കാൻ അനുവദിക്കരുത്. പകരം നമ്മുടെ പരിശ്രമത്തിലും ആത്മവിശ്വാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സാറ പോകാൻ തയ്യാറെടുക്കുമ്പോൾ ജാക്ക് ഒരു ചെറിയ വിളക്ക് അവൾക്ക് നൽകി. ഓർക്കുക, ജീവിതത്തിൽ എന്ത് കൊടുങ്കാറ്റ് വന്നാലും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം എപ്പോഴും പ്രകാശപൂരിതമായി നിലനിർത്തുക. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജാക്കിന്റെ കടയിൽ കസ്റ്റമർ വരുന്നതായി അവൾ കണ്ടു. പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് കൊടുങ്കാറ്റ് വന്നാലും നമ്മളെ തോൽപ്പിക്കാനാവില്ലെന്ന് സാറ തിരിച്ചറിഞ്ഞു. ജാക്കിന്റെ വാക്കുകൾ സാറയിൽ നിലനിന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും ഉള്ളിലെ വെളിച്ചത്തിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ എപ്പോഴും ജാക്കിന്റെ വാക്കുകൾ ഓർക്കുക. എന്തൊക്കെ കൊടുങ്കാറ്റുകൾ വന്നാലും ജീവിതത്തിലെ പ്രതീക്ഷ കൈവിടരുത്. പരിശ്രമം അവസാനിപ്പിക്കരുത്. ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് വീഴുമ്പോഴെല്ലാം ഉയരുന്നതിലാണ്. നെൽസൺ മണ്ടേലയുടെ ഈ വാക്കുകൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് മാറ്റാൻ സാധിക്കില്ല, പക്ഷെ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഗുഡ് നൈറ്റ്.